ജീവൻ ആ കത്ത് വായിച്ച് തീരും വരെ മുറിയിൽ തന്നെ നിന്നു. കത്ത് വായിച്ചിട്ട് അയാൾ ദേഷ്യത്തോടെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുന്നത് കണ്ടവൾ നെറ്റിച്ചുളിച്ചു. എന്നെ ഒരു തരത്തിലും സഹായിക്കരുതെന്ന് റോസിലിനോട് പറയണം. കാണാൻ വന്നതിന് നന്ദിയുണ്ട്. പെട്ടെന്ന് വന്ന മാറ്റത്തിൽ സംശയിച്ചു നിന്ന വൈക കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. എന്നാൽ അവളെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിക്കിടന്നു. വൈകാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നിരുന്ന ഡെവിയുടെ അടുത്തേക്ക് ചെന്നു. മാലിക് എവിടെ? ജീവന്റെ ട്രീറ്റ്മെൻറ്റ് ഫയൽ എടുക്കാൻ പോയി. ഇച്ചായ, റോസിൽ തന്ന കത്ത് അത് ഞാൻ ജീവന് കൊടുത്തു. അത് വായിച്ചപ്പോൾ എന്തോ ദേഷ്യമുള്ളതുപോലെയാ അയാൾ പെരുമാറിയത്. ഇനി ഒരു വിധത്തിൽ സഹായിക്കരുതെന്ന് അവളോട് പറയാൻ പറഞ്ഞു. ഞാനൊന്ന് സംസാരിക്കാം. തൽക്കാലം ആരെയും ആ മുറിയിലേക്ക് വിടണ്ട. വൈക അവൻ പറഞ്ഞത് സമ്മതിച്ച് അവിടെ നിന്നു. ഡെവി ചെല്ലുമ്പോൾ ആരോടോ ഉള്ള ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ടാണ് അയാൾ കിടക്കുന്നത്. ജീവൻ, എനിക്ക് വരാലോ അല്ലേ? വൈക പറഞ്ഞു. ആ കത്ത് വായിച്ചപ്പോൾ തൊട്ട് താൻ അസ്വസ്ഥനാണെന്ന്. അറിയൂ ഓക്കെ? ഡേവിഡ്, എന്നെ പറ്റി താങ്കൾ അറിഞ്ഞിട്ട് 2-3 ദിവസം ആയി കാണും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ തീർത്തും ഒരു അപരിചിതൻ മാത്രമായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകണം. പക്ഷെ റോസ്ലിൻ ആ സമയം എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഇപ്പം ഞാൻ അധ്യാപകനല്ല. ആ ബന്ധവും കഴിഞ്ഞു. ഇനിയും അതിൻ്റെ പേരിൽ ആരും എന്നെ സഹായിക്കരുത്. ദേഷ്യത്തിൽ തന്നെ നോക്കി പറയുന്നവനെ ഡേവിഡ് ഒരു ഭാവമാറ്റവും ഇല്ലാതെ തന്നെ നോക്കി. ആ ദേഷ്യത്തിന് പിന്നിൽ ഒളിപ്പിച്ച വേദന അവന് കാണാമായിരുന്നു. ഇത്രക്കും വേദനിക്കാൻ മാത്രം എന്തായിരുന്ന കത്തില്? ജീവൻ ഡെബിയെ ഒന്ന് നോക്കി. തൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പർ അവന് നീട്ടി. ഇതവൾ തനിക്ക് വേണ്ടി എഴുതിയതാണ്. താൻ വായിക്കാൻ മാത്രം. ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് ആ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവള് വാക്കുകൾ പൂർത്തിയാക്കാതെ അയാൾ പകുതിക്ക് നിർത്തി. എനിക്ക് തോന്നി മനസ്സാരുടെയും കണ്ടുള്ളല്ലോ. അവളെയും തെറ്റ് പറയാൻ കഴിയോ? ആരുമില്ലാത്ത സമയത്ത് അവളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊരു ഇഷ്ടമായി എനിക്കിതിനെ കാണാൻ കഴിയില്ല. ഇത് സഹതാപാണ്. അവൾ കാരണം ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന ദുഃഖത്തിൽ നിന്നുണ്ടായ സഹതാപം. ഡെവിക്ക് അവൻ്റെ അവസ്ഥ നന്നായി മനസ്സിലായിരുന്നു. ഇനിയും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അവനും ആഗ്രഹിച്ചില്ല. ജീവൻ, ഞങ്ങൾ ഇവിടുന്ന് തന്നെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുക. താൻ വരണം. വാട്ട്? ആരോട് ചോദിച്ചിട്ടായി തീരുമാനിച്ചത്? ഞാൻ വരില്ല. ഒരു കാഴ്ച വസ്തുവിനെ കാണാൻ വന്നു, കണ്ടു, ഇനി പോകാം. അതിന് താൻ വരുമോ എന്നല്ല ഞാൻ പറഞ്ഞത്, വരണമെന്നാണ്. എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ ആർക്കും അധികാരം തന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ എങ്ങോട്ടും വരാനും പോകുന്നില്ല. ശരി, തനിക്ക് വേണ്ടി ഈ കുടുംബം ഉണ്ടാക്കി വെച്ച കടങ്ങൾ എത്രയാണെന്ന് അറിയോ? ജീവൻ അവനെ നോക്കി. തൻ്റെ ഒരു സർജറി കഴിഞ്ഞു. ഇനിയും 2 താൻ എത്ര എതിർത്താലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അവരിത് നടത്തും. കാരണം താനിപ്പോൾ ഈ വീട്ടിലെയാണ്. ഇനിയും അവരെ കൂടുതൽ കടക്കണിയിലാക്കണം എന്നാണോ ജീവൻ പറയുന്നത്? അവൻ്റെ വാക്കുകൾ ജീവനിൽ വേദനയേക്കാൾ ദേഷ്യമാണ് ഉണ്ടാക്കിയത്. എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ തനിക്ക്? അങ്ങനെയെങ്കിലും ഞാൻ കാരണം ഇനിയും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. മാലിക് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞ കഥയിൽ അവൻ്റെ സാർ ഇങ്ങനെയായിരുന്നില്ല. താൻ മരിച്ചാ എല്ലാവരും സന്തോഷിക്കൂ, സമാധാനത്തോടെ ജീവിക്കൂ, ഇപ്പം ഉണ്ടായ കടം തീരൂ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂടെ വന്നാൽ അവിടെ ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടേക്ക് വരാൻ പറയില്ലല്ലോ. റോസിലിൻ്റെ സ്വത്ത് കൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട. ആ കുട്ടി എനിക്കായി മുടക്കിയ പണം അത് ഞാൻ തിരിച്ചു കൊടുക്കും. അതെ, അത് തന്നെയാണ് വേണ്ടത്. അതിന് താൻ ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ. എഴുന്നേൽക്കണം, പഴയതുപോലെ ജീവിക്കണം. ഡെവി ചെറു പുഞ്ചിരിയോടെ ജീവന്റെ കയ്യിൽ പിടിച്ചു. തൻ്റെ സർജറി നടത്താനുള്ള പണം കർത്താവ് സഹായിച്ച് ഇന്നിരിക്കുന്നുണ്ട്. നേരെ നിന്ന് കഴിയുമ്പോൾ അതെനിക്ക് തിരികെ തന്നാൽ മതി. പ്രതീക്ഷയോടെ തന്നെ നോക്കി പറയുന്നവനോട് എതിർത്ത് പറയാൻ ജീവനും കഴിഞ്ഞില്ല. തൻ്റെ ഈ മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും ഞാനൊരു ബാധ്യതയാണെന്ന് തോന്നുവാണെങ്കിൽ തുറന്നു പറയണം. തീർച്ചയായും. പക്ഷേ എൻ്റെ ഉത്തരവാദിത്തം എനിക്കൊരിക്കലും ഒരു ബാധ്യതയല്ല. ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവിടെ എല്ലാം കേട്ടുകൊണ്ട് വൈകിയുടെ ഒപ്പം മറ്റുള്ളവരുണ്ടായിരുന്നു. ജീവനെ ഞങ്ങൾ കൊണ്ടുപോകുക. ബാക്കി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അയാൾ എഴുന്നേൽക്കുന്ന കാര്യം ഞാനേറ്റു. മാലിക് സന്തോഷത്തോടെ ഡെബിയെ കെട്ടിപ്പിടിച്ചു. ഉമ്മയുടെയും മനാഫിൻ്റെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം. ജീവൻ അവിടേക്ക് വരില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് കടന്നൊക്കെ ഞാൻ പറഞ്ഞത്. സാരല്ല മോനെ, എൻ്റെ 2 മക്കളെ പോലെ തന്നെ അവനും. പക്ഷേ ഇപ്പം അവൻ്റെ ബാക്കി ചികിത്സ നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇനി ഇവിടെ കിടക്കുന്നതിന് നല്ലത് മോ കൊണ്ടുപോകുന്നത് തന്നെയാ. എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. അവിടെ ജീവനൊരു കുറവുണ്ടാകില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഞങ്ങൾ വരും സർ. അവിടെ റോസിലുണ്ടല്ലോ, എനിക്ക് വിശ്വാസമാണ് സാറിനെയും. ജീവൻ്റെ സാധനങ്ങളൊന്ന് പാക്ക് ചെയ്യണം. അതുപോലെ ഒരു ആംബുലൻസ് കൂടി വേണം അവിടേക്ക് കൊണ്ടുപോകാൻ. ആംബുലൻസ് ഞാൻ റെഡിയാക്കാം. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ജീവന്റെ സാധനങ്ങളും മരുന്നും ഫയലുകളും എല്ലാം എടുത്തു വെച്ചു. ഡെവി ജോയിയെ വിളിച്ച് ഇന്ന് തന്നെ ജീവൻ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും അവിടേക്ക് ആംബുലൻസും എത്തി. ആംബുലൻസിലേക്ക് ജീവനെ കയറ്റി. അവൻ്റെ ഒപ്പം മാലിക്കുണ്ടായിരുന്നു. എന്നാ ഞങ്ങൾ പോയിട്ട് വേട്ടോ ഉമ്മ. ആംബുലൻസിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. ഇനി എനിക്ക് അവനെ നടന്ന് കാണണം. ഇനി ജീവൻ ഉമ്മയുടെ മുന്നിൽ വന്നു നിൽക്കും. എൻ്റെ വാക്കാണിത്. എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ട്. സാറേ, ഞാൻ കൂടി വരാം. അവിടെ എത്തി എങ്ങനെയാ ജീവന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, വാ കയറ്. കാറ് വേണ്ട, ഞാൻ ബൈക്കിൽ വന്നോളാം. അതാകും മാലിക്കിന് എൻ്റെ കൂടെ തിരികെ വരാലോ. എന്നാൽ അങ്ങനെ ചെയ്യും. ആദ്യം ദേവിയുടെ കാറാണ് ഇറങ്ങിയത്. അതിന് പിന്നാലെ ആംബുലൻസ്, അതിൻ്റെ പിറകിലായി മനാഫ്. അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഉമ്മയും ആ വാതിക്കലിൽ നിന്നു. ഡെവി വിളിച്ചു പറഞ്ഞതനുസരിച്ച് ജീവന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കളരിക്കൽ ഒരുങ്ങിക്കഴിഞ്ഞു. റോസ്ലിയാണ് കൂടുതൽ സന്തോഷം. ജോയോടൊപ്പം ചേർന്ന് മുറി ഒരുക്കിയത് അവളായിരുന്നു. വീട്ടിലേക്ക് ഒരു അങ്കിള് വന്നുവെന്നും ആൾക്ക് സുഖമില്ലെന്നും മാത്രം കുട്ടികളോട് പറഞ്ഞു. അവരും വരുന്ന ആളെ കാണാനായി തയ്യാറായിരിക്കുവാണ്. ഒരുപാട് താമസിക്കാതെ തന്നെ അവരെത്തി. വണ്ടികളുടെ ശബ്ദം കേട്ടതും എല്ലാവരും പുറത്തേക്ക് വന്നു. ഡെവിയും മാലിക്കും ജോയിയും ചേർന്ന് ജീവനകത്തേക്ക് എത്തിക്കാൻ സഹായിച്ചു. റോസ്ലിൻ ആ കാഴ്ച വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ പ്രതീക്ഷയോട് ആ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവൻ അവളെ മനഃപൂർവ്വം അവഗണിച്ചു. അത് മനസ്സിലാക്കിയതുപോലെ അവളിൽ വിഷാദത്തിൽ കുതിർന്ന നേരിയൊരു ചിരി വിരിഞ്ഞു. ജീവനകത്തേക്ക് കൊണ്ടുപോയ പിറകെ ആദ്യം ഓടി വൈകിയുടെ മുന്നിലെത്തി. ഈയാനോ അങ്കിലമ്മേ? വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അമ്മച്ചി എവിടെ? കണ്ടില്ലല്ലോ. പള്ളി പോയി മെഴുകുതിരി കത്തിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ജീവൻ ഇന്ന് തന്നെ ഇങ്ങ് വരുമെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ കണ്ടേനെ. അവര് ചെല്ലുമ്പോൾ ജീവനെ ബെഡിലേക്ക് കിടത്തിയിരുന്നു. കഴിക്കേണ്ട മരുന്നും അതിൻ്റെ സമയമെല്ലാം ഇതിൽ തന്നെയുണ്ട്. ഫുഡിൻ്റെ കാര്യം നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ കൂടുതൽ എരിവ്, മധുരം, ഉപ്പ് അതൊന്നും ഉപയോഗിക്കാത്തത് തന്നെയാണ് നല്ലത്. അടുത്ത 2 സർജറി കഴിയും വരെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ആ, വന്നോ നിങ്ങൾ? മുറിയിലേക്ക് കയറിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു. ബെഡിൽ കിടക്കുന്ന ജീവനെ കണ്ട ചിരിയോടെ അവരടുത്തേക്ക് ചെന്നു. ഞാൻ ദേ ഇവിടെ അമ്മച്ചിയാ. പള്ളിയിൽ പോയേക്കുമായിരുന്നു. മോൻ ഇന്ന് തന്നെ വരുമെന്ന് അറിഞ്ഞില്ല. അല്ലേ നേരത്തെ വരായിരുന്നു. ഞങ്ങളിപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ആ, ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ പിള്ളാരെ? ദേ അമ്മച്ചി, ഞാൻ എടുക്കുമായിരുന്നു. മുറിയിലേക്ക് കയറിക്കൊണ്ട് മോളിക്കുട്ടി പറഞ്ഞു. ഇതിലാരാ മാലിക്ക്? ഞാനാ. ഇത് മനാഫ്, എൻ്റെ ഇക്കയാണ്. ആ, മോൻ എന്നതാ ചെയ്യുന്നത്? ഞാനൊരു ഹോം നേഴ്സാണ്. 2 പേരും ആളുകളെ സുഖപ്പെടുത്താൻ നടക്കുക അല്ലേ? നന്നായി. എന്നതായാലും ഇവൻ എണീപ്പിച്ച് നടത്തിയിട്ടേ ഇനി കളരിക്കൽ നിന്ന് വിടൂ. അല്ലേടാ ഡിവി? അത്രേ ഉള്ളൂ. പറ്റുമെങ്കിൽ സാറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഒരാൾ നിർത്തുന്നതായിരിക്കും നല്ലത്. ഞാനും അതാ പറയാൻ വന്നത്. ഒരു കുറവുണ്ടാവാൻ പാടില്ല. വേറെ ആളെ നോക്കുന്ന എന്തിനാ? മോന് തന്നെ നിന്നൂടെ? മനാഫിനെ നോക്കി അമ്മച്ചി ചോദിച്ചതും അവനും അത് സമ്മതമാണെന്ന് ആ മുഖത്തുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് അറിയാൻ നിൽക്കായിരുന്നു ഞാൻ. ഇവൻ്റെ സാറായിട്ട് മാത്രമല്ല, എൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടാ ജീവനിപ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യം നോക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മനാഫ് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രകാശിച്ച ജീവന്റെ മുഖം ഡെവിയും ശ്രദ്ധിച്ചു. താനാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ജീവൻ ഇവിടുമായിട്ട് ഇണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ അറിയുന്ന ഒരാളുള്ളത് നല്ലതാ. എങ്കിൽ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നോളാം. ഇക്കവിടെ നിൽക്ക്, ഉമ്മക്കൊത് സന്തോഷമാകും. എന്നാ പിന്നെ അങ്ങനെ മതി. ഡെവി, ഒരു മുറി കൂടി എത്രയും വേഗം ശരിയാക്കണേ. അത് വേണ്ട മച്ചി, ഈ മുറിയിലൊരു കട്ടിൽ കൂടി ഇട്ടാൽ മതി. അതാവുമ്പോൾ നൈറ്റിൽ ഞാൻ ഇവിടെ കാണുമല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ എന്നാടി കൊച്ച ഒന്നും മിണ്ടാത്തത്? ഇവരങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ വലിയ ഉത്സാഹമായിരുന്നല്ലോ. ഇപ്പം എല്ലാം പോയോ? അമ്മച്ചി ചോദിച്ചത് റോസ്ലിന് ഉത്തരം കൊടുക്കാതെ നിന്നു. അത് പിന്നെ ജീവൻ എന്ന് വരുന്നു കരുതി കാണില്ലല്ലോ. അതാവും അമ്മച്ചി. അവളെ രക്ഷിക്കാൻ എന്ന വണ്ണം വൈക പറഞ്ഞു. ഇതൊന്നും അല്ലെന്നേ, കാര്യമായിട്ട് മാറ്റെന്തോ ഉണ്ട്. അല്ല, ഇതെന്നാ പറ്റി? ഇതിങ്ങൾക്ക് 2ആൾക്കും മിണ്ടാട്ടം മുട്ടിയോ? അമ്മച്ചി ചോദിച്ചത് മന്നയും ആദിയും ഒരുമിച്ച് ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് കാണിച്ചു. ഇതെന്നാ കൂത്ത? ഈ പിള്ളേർക്ക് ഇത് എന്നാ പറ്റി? ഒരങ്കിള് വരും, ആ മുറി കയറി ബഹളം വെക്കോ തുള്ളിച്ചാടുകയോ ചെയ്താ ഇഞ്ചക്ഷൻ വെക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തേക്കുവാ ഈ ഇച്ചായൻ. അതങ്ങനെ ഒരുത്തൻ. നിങ്ങളല്ലാതെ പിള്ളേരെ ഇവന്റെ വാക്ക് കേട്ട് നിൽക്കുവോ? ഇങ്ങു വാ. അമ്മച്ചി വിളിച്ചപ്പോൾ 2 പേരും അടുത്തേക്ക് ചെന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അങ്കിള്. പേരെന്നാന്ന് ചോദിച്ചേ 2 പേരും. പേരെന്തുവാ? ജീവൻ. ജീവ കൊല്ല, നല്ല പേരാ. ഉവ്വാവ് പേരും മാറിട്ടോ. പാപ്പം കച്ച ഉവ്വാവ് മാറിന് അമ്മ പരിഞ്ഞ് അതിൻ്റെ ഒത്തിരി പാപ്പം കച്ചനം. എൻ്റെ പാപ്പൻ തേരാം. എൻ്റെ പാപ്പൻ തേരാം. പാല് കുച്ചുവോ? അതേപോലെ അതേ എന്ന പോലെ ചിരിയോടെ തലയാട്ടി. ആയ്, എന്നെ നമ്മൾ പെഞ്ചാണ്. എനിക്ക് പാലിച്ചല്ല. ആയി മൊച്ചം കുച്ചോ? പെട്ടെന്നെന്തോ ആലോചിച്ച് കിട്ടിയതുപോലെ അന്നയും ചോദിച്ചു.
ജോഷി ഇഷ്ടാഞ്ഞോ? മോളിക്കൂടി ചെന്ന് അന്നക്കൊച്ചിൻ്റെ ചെവിക്ക് പിടിച്ചു. ഇനി വല്ലതും വേണമെന്ന് കൂടി ചോദിക്കുക രണ്ടു കൂടി. അമ്മച്ചി എന്നാ എൻ്റെ ചെവി വേഞ്ചു. ജോഷി കച്ച വേവ് ഉപാവും മാറിന് അമ്മയിൽ പാഞ്ഞേ. ജീവൻ ആ സംസാരം കേട്ട് സത്യത്തിൽ ചിരിയാണ് വന്നത്. ജീവച്ച് ഞാൻ ശരിയാട്ടെ ജോച്ച. അവൻ ശരിയെന്ന പോലെ തലയാട്ടി. ജീവയോ? എന്നെ ഡേവി എന്ന് വിളിക്കുന്നവരെല്ലാവരും വിളിക്കുവാന്നു. അങ്കിളെന്ന് വിളിച്ചാൽ മതി. തിരുത്തണ്ട, എന്നെ ഇതുപോലെ വിളിക്കാൻ പ്രിയപ്പെട്ടവർ ആരുമില്ലടോ. എനിക്ക് ആ പേര് ഇഷ്ടമായി, അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. അല്ല, നിങ്ങളുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാ ദോശയും പാലും വേണമെങ്കിൽ വിളിക്കുന്നത്? ഞാൻ ആരി പോലെ ഞാൻ വീച്ചുഞ്ഞേ. ഞാൻ അന്നക്കൊച്ചി, അങ്ങനെ തന്നെ എല്ലാവരും വീച്ചുഞ്ഞേ. കാണിക്കുന്ന തല്ലിക്കൊള്ളിരുത്തത്തിനെ. അത് മാത്രല്ല, വേറെ ഒത്തിരി പേര് വേറെയുണ്ട്. ജോപ്പാപ്പ ചുണ്ട്, കൊങ്ങിന് ഞാൻ മോലിമ വീച്ചിഞ്ഞേ. വാമ്പൊത്തി ചിരിയോട് ആദ്യം പറഞ്ഞതും ജോയി ദയനീയമായി മോളിക്കുട്ടിയെ നോക്കി. ഇനിയും നിന്ന ഉള്ള വില കൂടി ഇടിഞ്ഞു പോകും ചോദിച്ചായ. എന്തായാലും അത് ഉടനെ ഇടിയും. എന്നാൽ ഇപ്പൊ തന്നെ വേണ്ടല്ലോ അല്ലേ അമ്മച്ചി? അത് ശരിയാ. എന്നാ പിന്നെ ആ ചെറുക്കനെതിരെ വിശ്രമിക്കട്ടെ. അമ്മച്ചി പറഞ്ഞതനുസരിച്ച് എല്ലാവരും മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും അന്നയും ആദ്യം പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ കുറ്റിയടിച്ച് നിന്നു. എന്താ രണ്ടുപേരും വരുന്നില്ലേ? എല്ലാരും പോയാ ജീവ ഒച്ചാവൂല്ലേ? ഞങ്ങൾ ഇവര് നിന്നോല. അമ്മ കലിപ്പാറ്റി ഇവര് വെച്ചോ. എന്റെ പിള്ളേരെ, ജീവനത്തിന് സമാധാനം കൊടുക്ക്. വന്നപ്പോഴും ഇവിടുന്ന് ഓടിക്കാണോ? ഞങ്ങൾ ഫെഞ്ചാനി അല്ലേ ജീവ? അതേലോ, നിങ്ങളെവിടെയും പോകണ്ട, ഇവിടെ ഇരുന്ന് കളിച്ചോ. എനിക്കും കൂട്ടായല്ലോ. താൻ കരുതുന്ന പോലെയൊന്നുമല്ല. താലേ കയറ്റിയ പിന്നെ ഇറക്കാൻ പാടാണ്. അതിന് മനോഹരമായൊരു ചിരിയായിരുന്നു അവൻ്റെ മറുപടി. എന്നാൽ ആദ്യം അന്നയും രവിയെ നാക്കിക്കിടി കാണിച്ച് ഹാളിലേക്ക് ഓടി. തിരികെ വന്നവരുടെ കയ്യിൽ ഡ്രോയിങ്ങും ബുക്കും കളർ പെൻസിലും പിന്നെ എന്തൊക്കെയോ സ്റ്റോറി ബുക്കും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വാരിക്കൊണ്ട് ഇവിടേക്ക് വരുവാ. ഇങ്ങനെയാണെങ്കിൽ രണ്ടിന് ഇതിനകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. അത് സാരല്ല, ഞാനിവിടെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചോളാം. അങ്കിളിന്റെ പേരെന്താ? മനാഫിന്റെ പാൻറിൽ പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു. മനാഫ്. കൊല്ലം. മഫാൻ. മഫാനല്ല, മനാഫ്. ആഴ്ച ഞാൻ പഞ്ഞ് മഫാൻ. ഒടുവിൽ മഫാനിൽ നിന്നും മണിവിടെ രണ്ടുപേരും ചരിക്കില്ലെന്ന് മനസ്സിലായതും ആ പേര് തന്നെ ഫിക്സ് ചെയ്തു. എന്നാ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. എല്ലാവരും കൂടി ഇതിനകത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും റോസ്ലിൻ അവിടെ നിന്നു. അവൾ സംസാരിക്കാൻ വരികയാണെന്ന് തോന്നിയതും ജീവൻ മുഖം അപ്പുറത്തേക്ക് തിരിച്ചു. എനിക്ക് നല്ല ക്ഷീണം പോലെ, ഒന്ന് ഉറങ്ങിയാൽ കൊള്ളുന്നുണ്ട് മനാഫേ. അത് തനിക്ക് വേണ്ടിയുള്ള വാക്കുകളാണെന്ന് മനസ്സിലായതും അവൾ വേദനയോടെ മാലിക്കിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. ആദി, അന്ന, അങ്ങളൊന്ന് ഉറങ്ങട്ടെ. വയ്യെന്ന് പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് പിന്നെ വരാം. അത് സാരില്ല, അവരിവിടെ ഇരുന്നോട്ടെ. ഈ മുറിയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ആയേ, ഞങ്ങൾ 4 പേര് ഫെഞ്ചാഞ്ഞ്. അപ്പൊ ഞാനില്ലേ അങ്കിലും ഫെഞ്ചാഞ്ഞ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഡ്രസ്സുമായി വരാം. ഉമ്മയോട് കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സെല്ലാം കബോർഡിൽ കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ റോസ്, ഒരു മിനിറ്റേ. അവർ രണ്ടുപേരും കുറച്ച് മാറി നിന്നു. നീ സാറിനോട് പറഞ്ഞു നിന്റെ ഇഷ്ടം? അതിനവൾക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ പറഞ്ഞോ? നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എടി, അതെല്ലാം നിന്റെ വെറും തോന്നലാ കുഞ്ഞേ. നീ കാരണം സാറിന് ഇങ്ങനെ ഉണ്ടായി എന്നൊരു തോന്നലിൽ നിന്നുണ്ടായ സഹതാപം, അതായത് നീ അത് തിരിച്ചറിയാതെ പ്രേമാണെന്ന് കരുതിയിരിക്കുക. അന്ന് തൊട്ട് നിന്നോട് ഞാൻ പറയുന്നു ഇതല്ലേ. അതിനിടയിൽ പോയി പറഞ്ഞേക്കുന്നു. ഇപ്പോൾ മിണ്ടാട്ട് കൂടി മുടിച്ചപ്പോൾ തൃപ്തിയായോ? എടാ, എനിക്ക് സാറിനൊന്ന് കാണുന്നുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ അറിയാലോ. പുറത്തേക്ക് ഇറങ്ങിയ അവർ കാണും. ഇവിടെയാണ് ഈ കളവും പറഞ്ഞ് കയറി. എല്ലാം കൂടി ആയപ്പോൾ പിടിവിട്ട് പോയി. അതാ മനസ്സിലുള്ളതെല്ലാം എഴുതി കൊടുത്തത്. ഓ, കത്തായിരുന്നു. അതെന്തായാലും നന്നായി. അതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ദേഷ്യം മെയിൻറ്റെയിൻ ചെയ്യാലോ. നിനക്ക് ഇത്രയും വിവരമില്ലായോ? നീ പറയും പോലെ സഹതാപം കൊണ്ടാകുമെന്ന് ഞാനും കരുതി. പക്ഷെ അതങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഒരേ വീട്ടിലുണ്ടായിട്ട് പോലും എന്നെ ഒന്നും നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് അറിയോ? സ്വന്തമായി ഒപ്പിച്ച് വെച്ചതല്ലേ, അനുഭവിച്ചോ. പിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ പറയാതിരിക്കണം എന്നാണോ? അത്രയൊന്നും വേണ്ട. എന്നാലും ഇതൊന്ന് ആലോചിച്ച് ചെയ്താൽ മതിയായിരുന്നു. സാറിൻ്റെ മനസ്സിലിപ്പോൾ നല്ല വിഷമുണ്ട്. നിന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല പുള്ളി. നീ എൻ്റെ സൈഡല്ലേ? അതെ, എന്നാലും നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടേ. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയൂ. ഞാൻ നോക്കിയിട്ട് നീ സാറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ.